പരിപാടി പെർഫോമൻസ്. അപ്പൊ ഇത് നമ്മുടെ ആര്യക്കുട്ടന് വേണ്ടി സമർപ്പിക്കും. ഓക്കെ ഓക്കെ. ഓക്കെ. തുമ്പപ്പൂക്കാറ്റിൽ താനെ ഊഞ്ഞാലാടി, തുമ്പിപ്പിൻ താളം താളം തുള്ളിപ്പാടി. തുമ്പപ്പൂക്കാറ്റിൽ താനെ ഊഞ്ഞാലാടി, തുമ്പിപ്പിൻ താളം താളം തുള്ളിപ്പാടി. കരളിൽ വിരിയും ഒരു തളിരു പുലരിയുടെ രോമാഞ്ച തീരോത്സവം. തുമ്പി തുള്ളൂ തുള്ളൂ തുമ്പി, തുമ്പി തുള്ളൂ തുള്ളൂ തുമ്പി. തുമ്പപ്പൂക്കാറ്റിൽ താനെ ഊഞ്ഞാലാടി, തുമ്പിപ്പിൻ താളം താളം തുള്ളിപ്പാടി. മടിയിൽ മണിമുത്തുമായി ഒരുങ്ങും പൂവനങ്ങൾ, മടിയിൽ മണിമുത്തുമായി ഒരുങ്ങും പൂവനങ്ങൾ. ചെല്ലക്കാറ്റും വള്ളിത്തേരിൽ ലല്ലിത്തേനും മുല്ലപ്പൂവും ചുണ്ടിൽ നിന്നും ചുണ്ടത്തേകാൻ ഉണരും ആരാധന. ഉഴിയും നിറദീപങ്ങൾ, ഉയരും പൂവിളികൾ, ഉഴിയും നിറദീപങ്ങൾ, ഉയരും പൂവിളികൾ. തുമ്പി തുള്ളൂ തുള്ളൂ തുമ്പി, തുമ്പി തുള്ളൂ തുള്ളൂ തുമ്പി. തുമ്പപ്പൂക്കാറ്റിൽ താനെ ഊഞ്ഞാലാടി, തുമ്പിപ്പിൻ താളം താളം തുള്ളിപ്പാടി. കളഭതളികയുമായി തുളസിമാലയുമായി, കളഭതളികയുമായി തുളസിമാലയുമായി. കുഞ്ഞിച്ചിങ്ങൻ തങ്കത്തയിൽ അല്ലിത്തോപ്പിൻ വർണ്ണം കൊണ്ട് വീടുതെന്നിൽ വീട് വീടും അഴകിൻ ശാലീനത. ഒഴുകും പൊലിമേളകൾ, തെളിയും തിരുവോണങ്ങൾ, ഒഴുകും പൊലിമേളകൾ, തെളിയും തിരുവോണങ്ങൾ. തുമ്പി തുള്ളൂ തുള്ളൂ തുമ്പി, തുമ്പി തുള്ളൂ തുള്ളൂ തുമ്പി. തുമ്പപ്പൂക്കാറ്റിൽ താനെ ഊഞ്ഞാലാടി, തുമ്പിപ്പിൻ താളം താളം തുള്ളിപ്പാടി. കരളിൽ വിരിയും ഒരു തളിരു പുലരിയുടെ രോമാഞ്ച തീരോത്സവം. തുമ്പി തുള്ളൂ തുള്ളൂ തുമ്പി, തുമ്പി തുള്ളൂ തുള്ളൂ തുമ്പി. കിടിലോസ്കിയായിട്ട് പാടി ഒരു അപ്പൊ പാടിയെന്ന് മാത്രമല്ല, ഹ, എന്താ ഡാൻസ് മാത്രമല്ല എനിക്കൊരു സ്റ്റെപ്പ് പഠിപ്പിച്ചു തന്നു. അതെ ഞങ്ങൾ രണ്ടുപേരും ആ ഞാൻ ഡാൻസ് ആരും പഠിപ്പിച്ചതല്ല. അല്ല എനിക്കറിയാം ഞാൻ തന്നെ choreography അത് കുഞ്ഞിന്റെ കഴിവെന്ന് പറയുന്നത് ഈ ലോകം അംഗീകരിക്കുന്നില്ല. അമ്മ വേറെ ഏതോ സ്റ്റെപ്സ് പറയും. അമ്മ എന്തൊക്കെയാ കാണിക്കും? ഞാൻ പറഞ്ഞു ഇതൊന്നും ഇതിന് പറ്റുന്നതല്ല. Correct. ഞാൻ അതിനായിട്ട് വേറെ സ്റ്റെപ്പ് മാത്രല്ല അമ്മ എപ്പോഴും പറഞ്ഞു പാടുമ്പോൾ
ഡാൻസ് കളിച്ചോണ്ട് പാടും. ആ അമ്മ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റെപ്പൊക്കെ കാണിച്ചു. പക്ഷെ അതിനിടയില് ഒരു ബീജത്തില് ഒരൊറ്റ നടപ്പാ 3 റൗണ്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഭീമന്റെ നിൽക്കുന്ന പോലെ ഒരു നിപ്പങ്ങ് കണ്ണാടിയൊക്കെ വെച്ചിട്ട് എന്നാലും നമ്മുടെ സ്ഥിരം സ്റ്റെപ്പ് വിട്ടില്ല. ആവാ. എന്താ സംഭവം അല്ലേ ഹെറാൾഡേ? അതില് ചില പ്രത്യേക നോട്ടുകൾ കളഭത്തിലെ അവിടെ ഒരു ഇങ്ങനെ കുത്തണം. അത് സൂപ്പർ ആയിട്ട് എടുത്തു. ഇത്രയും ഇതിന്റെ ഇടയ്ക്ക് ഒരു രക്ഷയില്ല. അതുപോലെ ചുരുരു തുരുരുരുരു. അതൊക്കെ എന്ത് രസമായി പാടി. അതേ ഇതിന്റെ ഇടയിൽ ഇത്രയും പരിപാടി ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതാണ് നമ്മളൊക്കെ ആണെങ്കിലുണ്ടല്ലോ കിതച്ച് ഒരു വഴിയാവും. അത് പുള്ളിക്കാരി സ്റ്റേജ് യൂസ് ചെയ്യുക, സ്റ്റേജിന്റെ 4 ഭാഗം യൂസ് ചെയ്യാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പറയുമെങ്കിൽ ആരും യൂസ് ചെയ്യാൻ പോകാറില്ല. അങ്ങനെ യൂസ് ചെയ്ത ഒരാളാണിത്. വട്ടം കിടന്നങ്ങ് നടന്നേരാ. അടിപൊളി. എന്നിട്ടേ ഞാൻ അമ്മേനോട് പറഞ്ഞു ഡാൻസേഴ്സ് ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പറ. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ്. മോളെ എനക്ക് ഒന്നുമേ വേണ്ട. ഡാൻസേഴ്സ് വേണ്ട, ടോപ്പ് സിംഗർ വേണ്ട, പിന്നെ ആങ്കേഴ്സ് വേണ്ട, ജഡ്ജസ് വേണ്ട. ഞാൻ മട്ടും പോകും വേണ്ടേ വേണ്ട. പിന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് എനിക്കൂടെ ഒന്ന് പഠിക്കാൻ ഒരു ആഗ്രഹം. ഈ കാലിങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഷിവർ ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് കാണിച്ചാൽ ഇങ്ങനെ വന്ന് അതൊന്ന് കാണിച്ചു തരാം. അതല്ല പണ്ട് ഞാൻ തെങ്ങേ കയറുമ്പോ ഈ ചേട്ടാ ഈ പാട്ട് ബി.ഡി. രാജപ്പൻ സാറല്ലേ, ബി.ഡി. രാജപ്പൻ സാർ, അദ്ദേഹം ഒരുപാട് സിനിമ പാട്ടുകളെടുത്ത് ഇത് പാരഡി ഉണ്ടാക്കുമായിരുന്നു. അറിയോ? അല്ല പാട്ട് ഞാൻ അനുവദിക്കില്ല. ഉത്തപ്പം വേണോ ഡേനെ വേണോ 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 പെണ്ണെ ബോണ്ട വേണോ, ഹിസാക്ക് ചേട്ടൻ തന്ന പുട്ട് വേണോ, ഉത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ, ഹിസാക്ക് ചേട്ടൻ തന്ന പുട്ട് വേണോ, കദളി പഴവും കടല പയറും വേണോ പെണ്ണെ വേണോ പെണ്ണെ വേണം വേണം. വേണ്ട വേണ്ട, ഉത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ, ഹിസാക്ക് ചേട്ടൻ തന്ന പുട്ട് വേണോ, ഉത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ, ഹിസാക്ക് ചേട്ടൻ തന്ന പുട്ട് വേണോ. സൂപ്പർ 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 സൂപ്പർ. ഇത് ഭയങ്കര ഹിറ്റാ. അപ്പൊ എന്തായാലും മോളെ കലക്കി. ഇന്ന് വൈകുന്നേരം മോടെ അമ്മയുടെ ഇന്ന് നല്ല സമ്മാനങ്ങൾ കിട്ടുന്നത് വരെ ഇരിക്കട്ടെ. ആണി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുരേ. ഓക്കെ.